നിങ്ങളുടെ യാത്രകൾ ഒത്തിരിയായിരുന്നു അല്ലേ? നിങ്ങൾ അതുകൊണ്ട് അതിപ്പോ ഈ യു എസിലൊക്കെ പോയിട്ടുള്ള യാത്ര നിങ്ങളുടെ ഒരു സംസാരങ്ങൾ പലതായിരിക്കും അല്ലേ? നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ലെനയെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി പറയാനുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്? തീർച്ചയായും ഒരുപാട്. ബിക്കോസ് നമ്മളിങ്ങനത്തെ കുറച്ച് ഹയർ ലെവൽ സംസാരം മാത്രമല്ല, ഞങ്ങൾ വളരെയധികം ഈ എന്താ പറയുക ഡെപ്തിൽ ആഴത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് എല്ലാം ഓക്കെ, നമ്മൾക്ക് എല്ലാം സന്തോഷം സമാധാനം മാത്രം പറഞ്ഞ് ഒരു സർഫസ് ലെവലിൽ പറയുന്നവരാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർ. അപ്പോൾ തർക്കം നല്ലതാണ്, വളരെ ഹെൽത്തി ആണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരാണ്. നിലപാടുകൾ പലതും ഇപ്പം ലെന എടുക്കുന്ന നിലപാടുകൾ പലതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനിയുള്ള കാലങ്ങളിൽ ചോദിക്കേണ്ടതായി വരും. ആ ചോദിക്കുന്ന സമയത്ത് ഇത് വേണ്ട ലെന, ഇത് ശരിയല്ലല്ലോ, നമ്മുടെ നിലപാടിൽ നിന്ന് മാറ്റം വേണോ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഞങ്ങളുടെ വ്യക്തിത്വം അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് ആ വ്യക്തിത്വങ്ങൾ രണ്ടുപേരും മിക്സ് ചെയ്യുമ്പോൾ അവരെ ഇതിനു മുൻപ് എന്തായിരുന്നോ അതിലും ഉയർന്ന ഒരു ലെവലിലോട്ട് നമ്മൾ രണ്ടുപേരുടെ ആശയങ്ങൾ വരും, വേറെ ആശയം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ അത് കറക്റ്റ് കിട്ടും നമുക്ക് അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് വശം പലതും നമ്മൾ ഒരാൾക്കൊരു പോസിറ്റീവ് വശം. ലെനയുടെ പോസിറ്റീവ് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഈ പുസ്തകത്തിൽ എഴുതിയ കഥകളുമായിട്ടായിരിക്കാം. പിന്നെയുണ്ട് ജീവിതത്തിലെ പോസിറ്റീവ് വശമാണ്. ലെന 14 വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്ര അല്ലെ? അദ്ദേഹം ഒരു ആളെയും കണ്ടെത്താതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുസ്തകത്തിന്റെ പേരിൽ മാത്രം കണ്ടെത്തി അദ്ദേഹം. അപ്പൊ അദ്ദേഹം എത്രമാത്രം സ്റ്റഡി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഇന്നതായിരിക്കണം, അദ്ദേഹത്തിന് മുൻവിധിയുണ്ട്, എനിക്ക് അങ്ങനെ എത്തിയ ഒരാളെ ഞാൻ കണ്ടെത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ സമയത്തുണ്ടായ ഒരു സ്പാർക്ക് എന്താ ഒരു സ്പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇഷ്ടം എന്ന് പറയാം, എന്താന്ന് പറയാൻ പറ്റില്ല. അവിടെ ലെന ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് മാത്രമല്ല അതിൽ മാത്രമായിരിക്കുമല്ലോ എങ്കിലും ലെനയെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. പിന്നെ ഇവര് വർക്ക് ചെയ്യുന്ന മേഖലയിൽ പേടിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക ആശങ്കയും ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി പറ്റില്ല. ബിക്കോസ് ഇവർ എടുക്കുന്ന ദൗത്യങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പേടിക്കുന്ന ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ജീവിക്കാൻ അറിയാം, ലോകം അറിയാം, പിന്നെ ഇൻ്റലക്ച്വലി വിവരമുണ്ട്. പോരാത്തതിന് കുറച്ച് എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വളരെ എനിക്ക് ഒരു മലയാളം വാക്ക് കിട്ടുന്നില്ല. അതായത് വളരെ സ്റ്റഡി ആയിട്ട് ജീവിതത്തിനെ വളരെ എന്താ പറയുക ഹൈപ്പിലേക്ക് കൊണ്ടുപോകാത്ത സാധാരണ ലെവലിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അദ്ദേഹത്തിലേക്ക് ആകർഷണം. ആദ്യം ഫോൺ കോൾ വരുന്നു, പിന്നീട് നിങ്ങൾ നേരിട്ട് കാണുന്നു. ആ ഫോൺ കോൾ ആദ്യം ഇഷ്ടമാണ്, എനിക്ക് വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? എന്നോട് ഇങ്ങോട്ടാണ് പ്രൊപ്പോസ് ചെയ്തത്. ഞാൻ ഉടനെ യെസ് പറയുകയുണ്ടായി. ആലോചിക്കേണ്ട വന്നില്ല. ബിക്കോസ് ആ ആദ്യത്തെ കോളിൽ തന്നെ നമുക്കൊരു സ്പാർക്ക് അറിയാം. പിന്നെ ഞാൻ അത്യാവശ്യം വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിരുന്നു റെക്കഗ്നൈസ് ചെയ്യാൻ. പിന്നെ ഞാനൊരു വിവാഹം ആഗ്രഹിച്ച് കാത്തിരുന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ വളരെ സ്റ്റഡി ആയിട്ട് വിലയിരുത്താൻ പറ്റും. എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കും. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും ആശയങ്ങളിലും എല്ലാത്തിലും പിന്നെ ജീവിത രീതി കോമൺ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഡിന്നർ കഴിക്കുന്നതോ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്ത് ഫുഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ, ഒരേപോലത്തെ മ്യൂസിക് ഇഷ്ടമുള്ള, ഒരേപോലത്തെ സിനിമകൾ ഇഷ്ടമുള്ള, ഒരുപോലത്തെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള, ഇത്രയും കാര്യങ്ങൾ ഒത്തുചേർന്ന് വരണമെങ്കിൽ അത് ഈസി അല്ല, ഒരിക്കലും അല്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കോമൺ ആണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ടൈലർ മെയ്ഡ് ആണെന്ന് പറയാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.